പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ദി റോക്ക് വേഴ്സസ് അണ്ടർടേക്കർ തമ്മിലുള്ള മത്സരം വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് റോക്ക് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച പുതിയ പോസ്റ്റിനെ സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. റസൽമേനിയ 40 റോമൻ റീൻസിൻ്റെ പരാജയത്തിലേക്കും കോഡി റോഡ്സിൻ്റെ വിജയത്തിലേക്കും നിർണായക പങ്കുവഹിച്ചത് അണ്ടർടേക്കർ വന്ന് റോക്കിനെ ചോക്ക് സ്ലാം ചെയ്യുന്ന ആ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ അതിനുശേഷം ബ്ലഡ് ലൈൻ വേഴ്സസ് അണ്ടർടേക്കർ തമ്മിലുള്ള ആ ഒരു സ്റ്റോറി ലൈൻ്റെ ഭാഗമായി യാതൊരുവിധ അപ്ഡേറ്റ് നമുക്ക് അറിയാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ റോക്ക് ലേറ്റസ്റ്റായി പങ്കുവെക്കുന്ന ഇൻസ്റ്റഗ്രാമിലെ പോസ്റ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ റോക്ക് അണ്ടർടേക്കറിനുള്ള ഒരു വെല്ലുവിളിയാണ് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ റോക്കിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഈ ചങ്ങാതിക്ക് ഒരു പാർട്ടി എങ്ങനെ കുളമാക്കണമെന്ന് അറിയാം. അതായത് നല്ല രീതിയിൽ ബ്ലഡ് ലൈൻ ആധിപത്യം നേടി നിൽക്കുന്ന സമയത്താണ് അണ്ടർടേക്കർ വന്ന് റോക്കിനെ ചോക്ക് സ്ലാം ചെയ്യുന്നത്. അപ്പോൾ ആ ആധിപത്യമെല്ലാം കളയാൻ അണ്ടർടേക്കറിന് നല്ലതുപോലെ അറിയാമെന്നുള്ളത് റോക്ക് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തമ്മിൽ വൈകാതെ പിന്നെയും ഒരിക്കൽ കൂടി കണ്ടുമുട്ടും എന്നുള്ളതും റോക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു മത്സരമോ അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള എന്തെങ്കിലും ഒരു സെഗ്മെൻറ്റോ ഭാവിയിൽ വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് റോക്ക് അവിടെ പറയുന്നത്. അതിനർത്ഥം റോക്കിൻ്റെ തിരിച്ചുവരവ് ഇനി എന്തായാലും നടക്കുമെന്നുള്ളത് റോക്ക് പിന്നെയും ഉറപ്പ് നൽകുന്നുണ്ട്. പിന്നീട് പറയുന്നത് തിരിച്ചടി ഉറപ്പായും ഉണ്ടാകും എന്നുള്ളതാണ്. അതായത് അണ്ടർടേക്കർ തന്നെ ചോക്ക് സ്ലാം ചെയ്തതിന് റോക്ക് തിരിച്ചടിക്കും എന്നുള്ളതും റോക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ അണ്ടർടേക്കറിനുള്ള വലിയൊരു വെല്ലുവിളി തന്നെയാണ് റോക്ക് സോഷ്യൽ മീഡിയയിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അണ്ടർടേക്കർ ഇതിന് എങ്ങനെയാണ് മറുപടി കൊടുക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടി വരും. മിക്കവാറും ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂവിൽ വെച്ച് റോക്കിൻ്റെ ഈ ഒരു പോസ്റ്റിനെ സംബന്ധിച്ചുള്ള ടേക്കറിൻ്റെ അഭിപ്രായങ്ങളും നമുക്ക് വൈകാതെ കേൾക്കാൻ സാധിച്ചേക്കാം. ടേക്കർ തന്നെ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് WWE പ്രോഗ്രാമുകളിൽ ബന്ധപ്പെട്ടിരിക്കുമ്പോൾ തനിക്ക് പിന്നെയും റിങ്ങിൽ കയറാനുള്ള ഒരു ആഗ്രഹം മനസ്സിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ തൻ്റെ ഫിസിക്ക് വെച്ച് ഇനി റിങ്ങിലേക്ക് കയറാൻ തനിക്ക് സാധിക്കില്ല എന്നുള്ളതും അണ്ടർടേക്കർ എന്ന ആ ഒരു ഡെഡ്മാൻ ക്യാരക്ടർ അവസാനിച്ചു എന്നുള്ളതും ടേക്കർ കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഒരു മത്സരത്തിന് വേണ്ടി ടേക്കർ ഇനി തിരികെ വരാൻ ആഗ്രഹിച്ചാൽ അത് റോക്ക് വേഴ്സസ് ടേക്കർ തമ്മിലുള്ള ഒരു മത്സരത്തിനാണെങ്കിൽ അത് സ്റ്റോറി ലൈൻ പ്രകാരം നല്ല കണക്ഷനും ലഭിക്കും. അപ്പോൾ റോക്കിൻ്റെ ഈ ഒരു വെല്ലുവിളി അണ്ടർടേക്കർ സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. റോക്കും അണ്ടർടേക്കറും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു മത്സരം നമുക്ക് 2024 കാണാൻ സാധിക്കുമോ? അത്തരമൊരു മത്സരം കാണാൻ സാധിച്ചാൽ ആരായിരിക്കും മത്സരത്തിൽ വിജയിക്കുക? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.